നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വരച്ച് ഒരു വീഡിയോയിൽ നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തുണ്ടായിരുന്നു, നമ്മൾ വരച്ച പടമല്ല നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച പടമെല്ലാം കൂടെയാണ്. ഈ ബുക്കിനായിട്ട് ഞാൻ ഈ ബുക്ക് എടുത്തത് ഒരു 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ് പകുതിയായപ്പോൾ എടുത്ത്. ഇപ്പം ഞാൻ 8ാം ക്ലാസ് പകുതി വരെയുള്ള പടമുണ്ട്. പിന്നെ 8ാം ക്ലാസ്സിൽ പുതിയൊരു പടം വര ബുക്ക് എടുത്ത്. പിന്നെ നമ്മൾ 8ാം ക്ലാസ് വരെയുള്ള എന്തൊക്കെ പടം വരച്ചതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാൻ പോവാണ് ഗൈസ്. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ വരച്ചതാ ഒരു കത്തിയാണ് ഗൈസ്. നമ്മൾ ആദ്യമേ ഞാൻ വരച്ചത് കത്തി. പിന്നെ ആണെങ്കിൽ ഈ കത്തിയാണെങ്കിൽ ഒരു കത്തി എൻ്റെ കൂട്ടുകാരൻ വരച്ചത്. ഞാൻ നോക്കി പറഞ്ഞു, ആ കൂട്ടുകാരൻ വരച്ചോണ്ട് വന്ന് ഞാൻ നോക്കി വരച്ചു. അങ്ങനെയാണ് ഞാൻ പലതും ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഫോട്ടോ വരച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ പകുതി ഇത് ചെയ്തേക്കുന്നത്. ഇതാണെങ്കിൽ ഒരു വാളിൻ്റെ ചുറ്റും തീ പോലെയാണ് ഇത് വരച്ചേക്കുന്നത്, തീ മാതിരി. പിന്നെ ഇത് ട്രെൻഡിങ് ആണോന്ന് അറിയത്തില്ല. ഇപ്പം എപ്പോഴും ഇങ്ങനെ പടം വരച്ച എല്ലാവരും ഇത് ചെയ്യുന്ന കാണാം. അപ്പം അങ്ങനെ ഞാൻ വരച്ച ഗൈസ്. പിന്നെ ഇവിടെ ഒരു കത്തി. ഞാൻ ഈ കത്തി വരച്ചപ്പോൾ ഇതെന്നാ ചെരിഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിൽ നേരെ വരണം. പക്ഷെ നേരെ വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി അങ്ങ് ചെരിച്ചങ്ങ് വരച്ച്. അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ആണെങ്കിൽ നെറൂട്ടോ ക്യാരക്ടർ വരുന്ന ഒരാളാണ്. പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചുമ്മാ നോക്കി അങ്ങ് വരച്ച്. പിന്നെ നമ്മൾ തോറിൻ്റെ ഓൾഡ് ആമർ, പിന്നെ ന്യൂ ആമർ, പിന്നെ സൂപ്പർമാൻ്റെ ലോഗോ, അവഞ്ചേഴ്സിൻ്റെ ലോഗോ, അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചുമ്മാ ഇരുന്ന് വരച്ച് ഇത് ചെയ്ത് കൂട്ടുകാരനെ നോക്കി. പിന്നെ നെറൂട്ടോനെ ഞാൻ ഫോണിൽ നോക്കി വരച്ച ഗൈസ്. ഫോണിൽ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചുമ്മാ നോക്കി വരച്ചു. ഇതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയത്തില്ല. ലിയോ വിജയാണ് ഗൈസ്. വിജയ്. പക്ഷേ വിജയ് അത്ര ഒത്തില്ല. ഞാൻ വരയ്ക്കാൻ നോക്കി അത്ര അങ്ങ് ഒത്തിയില്ല വിജയ്. പിന്നെ മാഷ്മെല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു വരച്ചത്, നന്നായിട്ടില്ല. പിന്നെ നെറൂട്ടോള അതിനകത്തുള്ള മറ്റേ കത്തിയാണ്. പക്ഷേ ഇവിടെ ലംബോർഗിനി വരയ്ക്കാൻ പോയാണ് പോലെ. ഇപ്പോൾ സ്കെച്ച് വെച്ച് അടിച്ചപ്പോൾ അതങ്ങ് കൊളായിപ്പോയി. അങ്ങോട്ട് നല്ല ഇതില്ല. പിന്നെ നമ്മൾ ഒരു പട്ടീനെ കണ്ടപ്പോൾ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് വരച്ച ഗൈസ്. ഞാൻ മറ്റേ ഫോണിനകത്ത് ഇത് കണ്ടുകൊണ്ട് അങ്ങ് ചുമ്മാ ഇത് ചെയ്തു. പിന്നെ റൊണാൾഡോ ഞാൻ ഫോണിനകത്ത് കണ്ടപ്പോൾ ഇതും ഫോണിനകത്ത് നോക്കി വരച്ച്. പിന്നെ ചിലത് ഇതിനകത്ത് അത് ഞാൻ പറയാം കൂട്ടുകാരെ നോക്കിയതൊക്കെ വരച്ചെന്ന്. ഇത് ഫോണിനകത്ത് നോക്കിയത്. ഇതെൻ്റെ പൗച്ചിനകത്ത് ഉള്ള ആരെന്ന് എനിക്കൊന്നും അറിയത്തില്ല. പൗച്ചിനകത്ത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് വരച്ച്. പിന്നെ ആണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ മറ്റേ കൂട്ടുകാരനെ നോക്കി വരച്ചത്. ഇത് ചുമ്മാ ഒരു തോക്ക് വരച്ചത്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറ്റേ 727 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മൾ ഇത് ചുമ്മാ അങ്ങ് വരച്ച ഗൈസ്. ഫിലിക്സ് അണ്ണൻ്റെ യൂട്യൂബ് ചാനലിൽ. പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയത്തില്ല. ഇത് മറ്റേ സ്പൈഡർമാൻ്റെ വെനം. ഇതാണെങ്കിൽ ഞാൻ ചുമ്മാ അങ്ങ് വരച്ചപ്പോൾ ഇതായത്. അത്ര എനിക്ക് വരയ്ക്കാനായിട്ട് അന്ന് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് മനസ്സിൽ ഓർത്ത് വരച്ചത്. ഫോട്ടോ ഒന്നും നോക്കാതെ വരച്ചത്. ഇത് മറ്റേ നെറൂട്ടോയുടെ പകുതി ഭാഗം ഞാൻ വരച്ചത് ഗൈസ്. പിന്നെ ഇത് ഗൈസ്. ഇത് മറ്റേ പ്ലാനറ്റ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ പകുതി ഇത്. പിന്നെ ഇതാണെങ്കിൽ അത് സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മളങ്ങ് വരച്ചതാ. ഒരാളിത് സല്യൂട്ടൊക്കെ കൊടുത്തേക്കുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ ചുമ്മാ വരച്ചത്. ചുമ്മാ അത്രയും നന്നായിട്ട് ഇതായില്ല. ഞാൻ ചുമ്മാ വരച്ച. ഇതൊക്കെ കൂട്ടുകാരനെ നോക്കി വരച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ വരച്ച.
ഇതൊക്കെ അങ്ങ് ചുമ്മാ ഒരു സിറ്റിയുടെ പ്ലാൻ പോലെ മാതിരി അത്ര ഇത് കൊള്ളത്തില്ല. എന്തായാലും ചുമ്മാ വരച്ച. പിന്നെ ഇത് പരുന്ത് വരയ്ക്കാൻ നോക്കിയത്, പക്ഷെ അത്ര ഇതായില്ല. പിന്നെ മരം വെട്ടല് നമ്മുടെ ഇത് ട്രീസിനൊക്കെ ഇതാക്കണം എന്നുള്ള ഇതിൽ ഞാൻ വരച്ചതാണ്. മറ്റേ പടം വര കോമ്പറ്റീഷന് വരയ്ക്കാനായിട്ട്. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് വരച്ചപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് വരച്ച്. പിന്നെ ഇതിനകത്ത് നമ്മൾ കൂട്ടുകാരൻ്റെ ബുക്കേ നോക്കി, ഇത് ഞാൻ കൂട്ടുകാരൻ്റെ ബുക്കേ നോക്കിയാണ് ഗൈസ് വരച്ചത്. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. എന്നേന്ന് പോക്കിമോണാണ് ഗൈസ്. ആ പോക്കിമോൺ എനിക്കിഷ്ടപ്പെട്ട്, പക്ഷെ അത്രയും നന്നായിട്ട് വന്നോന്ന് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൈസ്. ഇത് മറ്റേ പോക്കിമോണ് ഞാൻ കൂട്ടുകാരൻ്റെ ബുക്കേ നോക്കി വരച്ചേ ഗൈസ്. മറ്റേ അടുത്തത് ഇത് ഞാൻ കൂട്ടുകാരനെ നോക്കി വരച്ചത്. ഇതൊക്കെ വരച്ചപ്പോൾ എനിക്കൊന്നും ഒരു മൂഡില്ലായിരുന്നു. ഇത് നമ്മൾ ഐഫോണിൻ്റെ കവറൊന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ അങ്ങ് വരച്ച്. അത്രയും കൊള്ളാതില്ല, ഞാൻ ചുമ്മാ ഇത് ചെയ്തത്. പിന്നെ റൊണാൾഡോ ഒക്കെ കൂട്ടുകാരനെ നോക്കി വരച്ചത്. പിന്നെ ആണെങ്കിൽ ഞാൻ ഓരോ കാർസിൻ്റെ ആണെങ്കിൽ ലോഗോ വരച്ച്. ടാറ്റ മോട്ടോഴ്സ്, ബെൻസ്, ഓൾഡി, ബൊലേറോ, BMW, സുസുക്കി, മറ്റേ ഇതിന് അതെനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഹോണ്ട, ടൊയോട്ട, മാരുതി, മിനി കൂപ്പർ, KN, റോയ്സ്, മാരുതി, ടൊയോട്ട, വോൾവോ, അങ്ങനെ ഓരോന്ന് ഇത് ചുമ്മാ അടിച്ചത് ഗൈസ്. പിന്നെ ആണെങ്കിൽ ഗ്ലാസസ്. പിന്നെ ഇതെന്നാന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് ഞാൻ വരച്ചായിരുന്നു ഗൈസ്. ഇതാരോ കീറി ഇവിടുന്ന്. ഗൈസ് ഇത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. മറ്റേ മൈൻക്രാഫ്റ്റിനകത്തുള്ള ഇതാണെന്നറിയാം. പിന്നെ ഗൈസ് ഡ്രാഗൺ വരച്ചത്. പിന്നെ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ പേരിന് ഡേപ്പോളോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൈസ്. അങ്ങനെ തന്നെ പറഞ്ഞാൽ പോരെ. പിന്നെ പലതരം കത്തികളുണ്ട്. പിന്നത് വാക്കത്തി, തോക്ക്, മറ്റേ ഇതില്ലേ MK14 ഒരു തോക്കുണ്ടല്ലോ, അത്, കത്തി, മറ്റേ റൂട്ടക്കകത്തുള്ള കത്തി, ബോംബ്, അങ്ങനെ പല ഇതുണ്ട്. അമ്പ്. പിന്നെ സ്പൈഡർമാൻ. പിന്നെ ഹൾക്ക്. ഇത് നമ്മുടെ ഹൾക്ക്. ഇതാണ് നമ്മൾ മറ്റേ പേജ് പകുതി കീറി. എന്നിട്ട് ഇത് രണ്ടാമത് ഇവിടെ നന്നായിട്ടൊന്ന് വരച്ച് ഗൈസ്. ഇത് എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ മനസ്സിൽ ആലോചിച്ചപ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് വരച്ച് ഇതാക്കിയത്. പിന്നെ ഷിൻചാൻ്റെ കൂട്ടുകാരൻ്റെ ആണെങ്കിൽ ബുക്ക് സ്റ്റിക്കർ ഷിൻചാൻ്റെ ഇതുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങ് വരച്ചത്. പിന്നെ ക്യാറ്റ്, പിന്നെ ഡോഗ്, പട്ടിക്കുട്ടി. പിന്നെ പിന്നെ സ്കേറ്റിംഗ് ബോർഡ്, ലൈം ജ്യൂസ്, പിന്നെ ബാറ് വരച്ചു ഗൈസ്. ബാറ്. പിന്നെ സ്പൈഡർമാൻ, ഹൾക്ക്, ഓഗി. പിന്നെ ഷിൻചാൻ്റെ പിന്നെ ഷിൻചാൻ രാത്രി ഇടുന്ന ഡ്രസ്സിൻ്റെ ഒരെണ്ണം വരച്ചത്. പിന്നെ ആണെങ്കിൽ ഗൈസ് പോപ്കോൺ, മറ്റേ 3D കണ്ണാടി, പിന്നെ ജ്യൂസ്, ഓഗിയും മറ്റേ ഓഗിയുടെ വീട് നമ്മൾ പണ്ട് കണ്ടപ്പോൾ മനസ്സിൽ ആലോചിച്ചപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് വരച്ചു ഗൈസ്. ഇങ്ങനെയൊക്കെയാ ഓഗിയുടെ വീട് ഇരിക്കുന്നത്. പിന്നെ BTSൻ്റെ ഒരു ഇത് വരച്ചത്. പിന്നെ ഷിൻചാൻ, ഓഗി, ഇത് ബോ. ഇത് നമ്മൾ ബൾബ് വരച്ച്. ഇതാണെങ്കിൽ വരയ്ക്കാൻ നോക്കി, പക്ഷെ തെറ്റിപ്പോയി. ഇതൊരു കപ്പ് വരച്ച ഗൈസ്, കപ്പ്. ഇതാണെങ്കിൽ നമ്മൾ ടെഡീനെ വരയ്ക്കാൻ നോക്കി, പക്ഷെ അത് തെറ്റിപ്പോയി കൊണ്ട് നമ്മൾ വരച്ചില്ല. പിന്നെ ഷിൻചാൻ,
പിന്നെ ദേ ഇവിടെ ഓരോ ലൈറ്റ്, ടോർച്ച്, മെഴുകുതിരി, മറ്റേ